Good morning all of you. So today let's begin about a region with holes. Green's theorem can also be extended to a region R with holes. അപ്പോൾ നമുക്ക് ഹോൾസ് ഉള്ള ഒരു റീജിയനിലോട്ടും നമുക്ക് ഗ്രീൻസ് തിയറത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ റീജിയനിൽ നമുക്കൊരു ഹോൾ ഇവിടെ കാണാൻ പറ്റും, R എന്ന് പറയുന്ന റീജിയനിൽ. സോ that is a region bounded between two or more piecewise smooth simple closed curves. ഇവിടെ രണ്ട് simple closed curvesന്റെ ഇടയിൽ ബൗണ്ടഡ് ആയി വരുന്ന ഒരു റീജിയൻ ആണ് R. In this figure we have shown that a region R bounded by a curve C that consists of two simple closed curves C1 and C2. ഇവിടെ C1 C2 എന്ന് പറയുന്ന രണ്ട് simple closed curves ഉണ്ട്. ഇവിടെ C1 C2 എന്ന് പറയുന്ന രണ്ട് സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ് ഉണ്ട്. ആൻഡ് നമ്മുടെ ഹോൾ C എന്ന് പറയുന്നത് ഇത് C1 യൂണിയൻ C2 ആണ്. ദ കർവ് C ഈസ് പോസിറ്റീവ്ലി ഓറിയന്റഡ്. അപ്പോൾ കർവ് C എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണ്, കാരണം C1ന് ആൻറ്റി ക്ലോക്ക് വൈസും C2ൽ നമ്മൾ പുറത്തു കൂടെ നടക്കുമ്പോൾ positively oriented, since if we traverse C1 in a counterclockwise direction and C2 in a clockwise direction, the region R is always to the left. അപ്പോൾ നമ്മൾ C2ൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ റീജിയൻ R ലെഫ്റ്റിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ C2ൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് കൺസിഡർ ചെയ്യാം. അതുപോലെ C1ൽ നടക്കുമ്പോൾ നമുക്ക് എന്താണ് റീജിയൻ R ലെഫ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നടക്കുക. അപ്പോൾ പോസിറ്റീവ് ഓറിയന്റേഷനായി R എന്ന് പറയുന്ന റീജിയൻ. ഇഫ് വി നൗ ഇൻട്രൊഡ്യൂസ് ക്രോസ് കട്ട്സ് ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ B, ദ റീജിയൻ R ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് റീജിയൻസ് R1 ആൻഡ് R2. അപ്പോൾ നമ്മളിവിടെ ഈ റീജിയൻ Rനെ R1 R2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെക്ഷനായിട്ട് പാർട്ടീഷൻ ചെയ്തു. By applying Green's theorem to R1 and R2, we obtain, ഇനി R1 എന്ന് പറയുന്ന റീജിയനിൽ നമ്മൾ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാം, R2 എന്ന് പറയുന്ന റീജിയനിലും ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ Q ബൈ ഡോ എക്സ് മൈനസ് ഡോ P ബൈ ഡോ Y dA is equal to ഡബിൾ ഇന്റഗ്രൽ ഓവർ R1 ഡോ Q ബൈ ഡോ എക്സ് മൈനസ് ഡോ P ബൈ ഡോ Y dA പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ R2 ഡോ Q ബൈ ഡോ എക്സ് മൈനസ് ഡോ P ബൈ ഡോ Y dA എന്ന് കിട്ടും. മനസ്സിലായോ? Okay. So this is equal to integral over C1 P dx plus Q dy plus integral over C2 P dx plus Q dy ആണ്. ഫസ്റ്റ് റീജിയനിൽ നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ C1ഉം സെക്കൻഡ് റീജിയനിൽ നമ്മൾ ഇൻറ്റഗ്രൽ ഓവർ C2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇൻറ്റഗ്രൽ ഓവർ C1 P dx പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2 P dx വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ C1ഉം C2നും ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് C1ൽ വരുന്ന കർവ്സിനെ ഒരുമിച്ച് എഴുതി, C2ൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന കർവ്സിനെ ഒരുമിച്ച് എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ ഓവർ C P dx പ്ലസ് Q dy. മൊത്തം C എന്ന് പറയുന്നത് C1 യൂണിയൻ C2 ആണല്ലോ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ ഓവർ C P dx plus Q dy. The last result follows from the fact that the line integrals on the cross cuts paths with opposite orientation cancel each other. അതായത് ഓപ്പോസിറ്റ് ഓറിയന്റേഷനിൽ വരുന്ന ലൈൻ ഇൻറ്റഗ്രൽസ് ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ലൈൻ ഇൻറ്റഗ്രൽ ഓവർ C P dx plus Q dy വന്നത്. അത് നമുക്ക് സെക്ഷൻ 9.8 കാണാം. നെക്സ്റ്റ് എക്സാമ്പിൾ 5, റീജിയൻ വിത്ത് എ ഹോൾ. അപ്പം റീജിയൻ വിത്ത് എ ഹോളിൽ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. എവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ C മൈനസ് y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് ആവും. Okay, in line integral over C minus y by x square plus y square dx, x by x square plus y square dy, where C is equal to C1 union C2 is the boundary of the shaded region R in this figure. അപ്പോൾ നമ്മുടെ C എന്ന് പറയുന്നത് C1 യൂണിയൻ C2 ആണ്. അത് നമ്മുടെ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ബൗണ്ടറി ആണ്.
സോ ഇവിടെ നമ്മൾ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുക്കുകയാണ്. ക്യൂ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുക്കുകയാണ്. ആൻഡ് അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും. ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ് ഓൺ ദി റീജിയൻ ആർ ബൗണ്ടഡ് ബൈ സി. സോ ഈ റീജിയൻ ആറിലെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ്. സോ ഇറ്റ് ഫോളോസ് ഫ്രം 4 ദാറ്റ് ലൈൻ ഇന്റഗ്രൽ ഓവർ സി ദിസ് പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ 4-ൽ നിന്ന് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കത് എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എന്ന് കിട്ടും. സോ ഇത് സെയിം ഡിനോമിനേറ്റേഴ്സ് ആണ്. ന്യൂമറേറ്റേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. സോ ദിസ് വിൽ ബി 0. So as a consequence of the discussion preceding example 5, we can establish a result for line integrals that enables us under certain circumstances to replace a complicated closed path with a path that is simpler. അപ്പം ഒരു കോംപ്ലിക്കേറ്റഡ് ക്ലോസ്ഡ് പാത്തിന് പകരം നമുക്ക് ഒരു സിംപ്ലർ പാത്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സപ്പോസ് ആസ് ഷോൺ ഇൻ ഫിഗർ 9. ഈ ഫിഗറിലുള്ള C1 ആൻഡ് C2 എന്ന് പറയുന്നത് രണ്ട് നോൺ ഇന്റർസെക്റ്റിംഗ് പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്സ് ആണ് ദാറ്റ് ഹാവ് ദി സെയിം കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻ. സോ ഇവർ രണ്ടുപേരും രണ്ട് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ് ആണ്, നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്. അവർക്ക് രണ്ടുപേർക്കും കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻസ് ആണ് വരുന്നത്. സപ്പോസ് further that P and Q have continuous first partial derivatives such that P നും Q നും continuous first order partial derivatives ഉണ്ട് such that dou P by dou y is equal to dou Q by dou x ആണ്. In the region R bounded between C1 and C2. So C1 ന്റെ C2 ന്റെ ഇടയിൽ അവർക്ക് continuous first order partial derivatives ഉണ്ട് which are equal. അങ്ങനെയാണെങ്കിൽ from equation 4 നമുക്ക് എന്ത് കിട്ടും? ഇത് ഈക്വൽ ആയത് കാരണം line integral over C1 P dx plus Q dy plus line integral over C2 P dx plus Q dy എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആയത് കാരണം ദാറ്റ് വിൽ ബി 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലൈൻ ഇന്റഗ്രൽ ഓവർ C1 P dx പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ ഓവർ C2. ഇവിടെ ലൈൻ ഇന്റഗ്രൽ ഓവർ മൈനസ് C2 ആണ് എടുത്തത് കാരണം C2ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ അത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു R നോക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ അതിന് നമ്മൾ ഡയറക്ഷൻ മാറ്റി കൊടുക്കുമ്പോൾ, അതായത് ഒരു നെഗറ്റീവ് സൈൻ RHSലോട്ട് എടുക്കുമ്പോൾ മൈനസ് ഓഫ് അത് ഇന്റഗ്രൽ വരുമല്ലോ. അപ്പൊ ആ മൈനസ് ഓഫ് ഇന്റഗ്രൽ അകത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഓറിയന്റേഷൻ മാറും. അപ്പൊ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓറിയന്റേഷൻ ആവും, പോസിറ്റീവ് ഓറിയന്റേഷൻ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ പോയിട്ട് ഓറിയന്റേഷൻ മാറിയത്. ഇന്റഗ്രൽ ഓവർ C2 P dx plus Q dy എന്നായത്. Another example. ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ജസ്റ്റ് കമ്പ്യൂട്ടേഷൻസേ ഉള്ളൂ. സോ ട്രൈ ഇറ്റ് യുവർ സെൽഫ്. എക്സസൈസസ് ഉണ്ട്. യു ക്യാൻ do as many problems as you can.